ഇഷ്ടം പോലെ പാത്രം. പിന്നെ ആണെങ്കിൽ കുറച്ച് ചോറും ഉണ്ടായിരുന്നു. ബാക്കി വന്ന കുറച്ച് ചോറുണ്ടായിരുന്നു, അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുക, അത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു. ബാലൻസ് വന്ന ചോറ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെള്ളം ഒഴിച്ചു വെച്ചു. ഇനിയിപ്പോൾ എന്താ പറയുമ്പോൾ നമ്മൾ ഈ പെൻഡിങ് വന്ന പാത്രങ്ങളെല്ലാം നല്ലോണം സോപ്പിട്ട് നല്ലോണം എല്ലാം സോപ്പിട്ട് വെച്ചിട്ട് നമുക്ക് പതുക്കെ കഴുകിയെടുക്കുവാണേ. അപ്പോൾ അടുക്കളയിൽ ജോലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇന്നിപ്പം ബിരിയാണി ഉള്ളത് കാരണം വേറെ മീൻ വെട്ടും വേറെ കറി വെക്കലും ഒന്നുമില്ല. അപ്പോൾ അപ്പം നമ്മൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ പാത്രങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കുവാണേ. കണ്ടില്ലേ, നമ്മൾ എല്ലാ പാത്രവും നല്ലതായിട്ട് സോപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ സോപ്പ് വെച്ച പാത്രമെല്ലാം കഴുകി റെഡിയാക്കി വെക്കുമ്പോൾ ഏകദേശം അടുക്കളയിലെ ജോലിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി. പാത്രങ്ങൾ എത്ര കഴുകിയാലും തീരത്തില്ല. നമ്മൾ അതറിയാമല്ലോ, എത്ര പ്രാവശ്യം ഒരു പാത്രം തന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യം കഴുകണം. എന്തായാലും ഏകദേശം നമ്മൾ ഇന്നിപ്പം ഉച്ചക്കലത്തെ ഫുഡ് പ്രിപ്പറേഷൻ ഇല്ലാത്ത കാരണം നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി, അല്ലെങ്കിൽ അടുക്കള ഇപ്പോൾ ഒരു കുളമായി മാറിയേനെ. എന്തായാലും സാധാരണ ദേഷ്യപ്പെട്ട ഇതൊക്കെ ചെയ്യുന്നത്, പക്ഷേ ഇന്നിപ്പം ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്ന കാരണം. അങ്ങനെ എത്ര കഴുകിയാലും സത്യം പറഞ്ഞാൽ തീരത്തില്ല, എത്ര ചെയ്താലും തീരാത്ത ജോലിയാണ് അടുക്കളപ്പണി. അങ്ങനെ എന്തായാലും നമ്മൾ ഏകദേശം പാത്രങ്ങളെല്ലാം കഴുകി കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ